ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് അവിഹിത ബന്ധങ്ങളിൽ പൊലിയുന്ന ജീവിതങ്ങളെ പറ്റിയാണ്. കുറ്റൂർ സ്വദേശിയായ ജിറ്റി ജോസഫ് എന്ന വ്യക്തിക്ക് പട്ടാളത്തിലായിരുന്നു ജോലി. പട്ടാളത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പണം കൊണ്ട് അദ്ദേഹം ഒരു വീട് വെക്കുന്നു. കോവിഡിന് തൊട്ടു മുൻപാണ് ജിറ്റി ജോസഫും കുടുംബവും ആ പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ക്രൂയിസ് യാത്രയിൽ പങ്കെടുക്കാൻ ജിറ്റി ജോസഫും കുടുംബവും തീരുമാനിക്കുന്നത്. ഇങ്ങനെ ദീർഘകാല വേളകളിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ജിറ്റി ജോസഫിന്റെ തറവാട് വീടിന് സമീപം താമസിക്കുന്ന സുദർശൻ പ്രസാദ് എന്ന ഷിജുവിനെയാണ് വീട് നോക്കാൻ ഏൽപ്പിക്കാറ്. ഈ ഷിജുവുമായി പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധമാണ് ജിറ്റി ജോസഫിനുള്ളത്. പതിവ് പോലെ അന്നും വീട് നോക്കാനും വില കൂടിയ ഇനത്തിലുള്ള പട്ടികൾക്ക് ഭക്ഷണം നൽകാനും ഒക്കെയായി ജിറ്റി ജോസഫ് ഷിജുവിനെ തന്റെ വീട് ഏൽപ്പിച്ച് ആ ക്രൂയിസ് യാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ കുടുംബവുമായി മുംബൈയിലേക്ക് പോകുന്നു. ഈ ജിറ്റി ജോസഫും കുടുംബവും പോയത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം ശനിയാഴ്ച വൈകുന്നേരവും ഞായറാഴ്ച കാലത്തും ഷിജുവിനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ജിറ്റി ജോസഫ് തന്റെ സഹോദരനെ വിളിച്ച് വിവരം പറയുന്നു. സഹോദരൻ അയച്ച ആ പ്രദേശവാസി ജിറ്റി ജോസഫിന്റെ വീട്ടിലെത്തുന്നു. ചുറ്റൊക്കെ നടന്നു നോക്കുന്നു. അപ്പോഴാണ് ഒരു ജനൽപ്പാളി തുറന്നു കിടക്കുന്നതായിട്ട് കാണുന്നത്. അതിൽ കൂടെ ആ പ്രദേശവാസി വീടിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതായി കാണുന്നു. അതിനെ തുടർന്ന് ആ പ്രദേശവാസി പോലീസിനെയും അതുപോലെ തന്നെ ജിറ്റി ജോസഫിന്റെ സഹോദരനെയും വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി ആ ബോഡി ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ആ മരിച്ച വനിതയുടെ മൂക്കിൽ നിന്ന് കുമിള വരുന്ന രീതിയിലും അതുപോലെ തന്നെ കൺതടത്തിന് താഴെ ചോര വരുന്ന രീതിയിലും മലർന്നു കിടക്കുന്ന രീതിയിലുമായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ പോലീസ് അന്വേഷണത്തിൽ വീട്ടുടമസ്ഥനായ ജിറ്റി ജോസഫ് വീട് നോക്കാൻ ഏൽപ്പിച്ച സുദർശൻ പ്രസാദ് എന്ന ഷിജുവിന്റെ കാമുകിയായ അനിലയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. പഠനകാലത്ത് ഈ ഷിജുവും അനിലയും അടുപ്പത്തിലായിരുന്നു. എന്നാൽ ജീവിതത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും വെവ്വേറെ കല്യാണങ്ങളൊക്കെ കഴിച്ച് കുടുംബവും കുട്ടികളൊക്കെ ആയി ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പൂർവ്വ വിദ്യാർത്ഥികളെ തേടിപ്പിടിച്ച് സുഹൃത്തുക്കളാക്കി മാറ്റുകയും ഇത്തരം കൂട്ടായ്മകൾ വിപുലീകരിച്ച് ഔദ്യോഗിക സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ സാഹചര്യം ഈ കൊല്ലപ്പെട്ട അനിലയ്ക്കും ആൺ സുഹൃത്തായ ഷിജുവിനും വീണ്ടും അടുക്കാനുള്ള അവസരം ഒരുക്കി. പിന്നീട് നിരന്തരമായുള്ള ഫോൺ കോളുകളും വാട്സപ്പ് മെസ്സേജുകളും ഇരുവരുടെയും കുടുംബത്തിൽ അശാന്തി ഉണ്ടാവുകയും അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ ഇരുവരുടെയും ബന്ധുക്കൾ ഇടപെട്ട് വളരെ നയപരമായി ഇവരുടെ അടുപ്പം ഇല്ലാതാക്കുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം പൂർവാധികം ശക്തിയോടെ ഇവർ വീണ്ടും അടുപ്പം ആരംഭിക്കുന്നു. ഇതിനെ തുടർന്ന് സുദർശൻ പ്രസാദ് എന്ന ഷിജുവിന്റെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് തന്റെ രണ്ടു മക്കളെയും കൂട്ടിയിട്ട് എറണാകുളത്തുള്ള തന്റെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഷിജുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് മാത്രമാണ് കൂടുതൽ നഷ്ടമെന്ന് ഷിജു മനസ്സിലാക്കുന്നത്. കാരണം അനിലയ്ക്ക് വേറൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കുടുംബത്തില്. അപ്പൊ എന്താ ചെയ്ത് അനിലേനെ കൊല്ലാൻ തീരുമാനിക്കുന്നു ഷിജു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിമുക്ത ഭടനായ ജിറ്റി ജോസഫും കുടുംബവും വിനോദയാത്രയ്ക്ക് പോകുന്നതായിട്ട് ഷിജു അറിയുന്നത്. അങ്ങനെ അനിലയെ വിളിക്കുന്നു. എനിക്ക് നിന്നെ നാളെ കാണണമെന്ന് പറയുന്നു. അനില സമ്മതിക്കുന്നു. പിറ്റേ ദിവസം വ്യാപാര സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോയ അനില കാലത്ത് 10 മണിയോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. പുറത്ത് ഷിജു കാത്തു നിൽക്കണ്ടായിരുന്നു. വേഗം വന്ന് ഷിജുവിന്റെ വണ്ടിയിൽ കയറുന്നു. ഷിജു ആ വിമുക്ത ഭടന്റെ വീട്ടിലേക്ക് അനിലയെ കൊണ്ടുവരുന്നു. ആ വീട്ടിലെത്തിയതിനു ശേഷം എന്തോ ആവശ്യം പറഞ്ഞ് ഷിജു അനിലയെ അടുക്കളയിലേക്ക് പറഞ്ഞയക്കുന്നു. പിന്നാലെ ചെന്ന ഷിജു പിറകിൽ കൂടി ഷാളിട്ട് മുറുക്കി അനിലയെ കൊല്ലുന്നു. കൃത്യം നടത്തിയതിനു ശേഷം അവിടെ നിന്നിറങ്ങിയ പ്രതി പയ്യന്നൂരിലുള്ള ഒരു കടയിൽ കയറി കയറ് മേടിച്ച് തൂങ്ങി മരിക്കുന്നു. കുടുംബമായി ജീവിക്കുന്ന അത് സ്ത്രീയായാലും പുരുഷനായാലും അവിഹിത ബന്ധത്തിന് പോയാല് തന്റെ കുടുംബങ്ങൾ തകരുക മാത്രമല്ല ചിലപ്പോൾ ഇതുപോലെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കുകയോ ചെയ്തേക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ വച്ചാൻ തോന്നുന്നതാണ് നമുക്ക്. ഇവിടെയാണ് ഭേദം. പിന്നെ അവരെ കൂടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടറായ ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടനായ ജിറ്റി ജോസഫിന്റെ വീട് സീല് ചെയ്യുന്നു. ചുരുക്കത്തിൽ വിശ്വസിച്ചിട്ട് ഒരാളെ വീട് നോക്കാൻ ഏൽപ്പിച്ചു. അയാൾ കൊണ്ടുവന്ന ഒരു കൊലപാതകം നടത്തി. ആ കൊലപാതകത്തിന്റെ പേരിൽ ആ ജിറ്റി ജോസഫും കുടുംബവും ഇപ്പൊ വഴിയാധാരമായിരിക്കുകയാണ്. ആരെയും ഇതുപോലെ കണ്ണടച്ച് വിശ്വസിച്ച് വീടിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം അനുവദിക്കരുത്. താക്കോല് കൊടുത്തു പോവരുത്. നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ. എത്തിരി പൊടി പിടിക്കുന്നല്ലേ നമ്മൾ വരുമ്പോ. അത് നമ്മൾ വരുമ്പോൾ പണിക്കാരെ വെച്ച് വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ 2-3 ദിവസം കൂടുതൽ എടുത്താലും വേണ്ടില്ല സ്വയം വൃത്തിയാക്കുകയോ ചെയ്യാം. വിശ്വസ്തരാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഓരോരുത്തരെ ഏൽപ്പിച്ച ഇതുപോലത്തെ കൃത്യങ്ങളൊക്കെ നടത്തിയാൽ പിന്നെ വീട്ടിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. ഒരു കൊലപാതകം നടന്ന വീട്ടിൽ കുറച്ച് പേടി ഉണ്ടാവില്ലേ? അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ആരും കമന്റ് ഇട്ടിട്ടൊന്നും കാണുന്നില്ല. നിങ്ങളുടെ കമന്റുകളും കൂടിയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അപ്പോൾ ഞാനിന്ന് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.